ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ലഹോരി ചിക്കൻ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇതിന്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഈ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മല്ലിയില, പുതിനയില, ഗ്രീൻ ചില്ലി. ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ഒരു ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഗ്രീൻ ചില്ലി നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഗ്യാസ് ഓണാക്കി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പം നമുക്കതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിനയിലയുടെ പേസ്റ്റ്. ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ചെറിയ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരിന് പകരം 1 തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടും ചേർക്കാം കേട്ടോ. നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലാണ് ഇത് കുക്കാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 5-8 കാഷ്യൂനട്ട് തേങ്ങാപ്പാലിൽ അരച്ചതാണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ചാറൊന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 വലിയ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ 2 ഗ്രീൻ ചില്ലി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ യമ്മി ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ചൂട് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വാവ് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അടുത്ത നല്ലൊരു റെസിപ്പിയിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.